200 ഏക്കർ മെഴുകുംചാൽ റോഡിന്റെ ഭാഗമായ മന്നങ്കാല് മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഇടത്തെ കുഴികൾ യാത്രക്കാരുടെ നടുവൊടിക്കുന്നു. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളക്കെട്ടും രൂപം കൊണ്ടുകഴിഞ്ഞു. വാഹനയാത്ര മാത്രമല്ല, കാൽനട യാത്രയും ഇതുവഴി ദുസ്സഹമാണ്. ദേശീയപാത 85-നെയും ദേശീയപാത 185-നെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡുകളിലൊന്നാണ് 200 ഏക്കർ മെഴുകുംചാൽ റോഡ്. നാളുകൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിന് തുക അനുവദിക്കുകയും 200 ഏക്കർ മുതൽ മെഴുകുംചാൽ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ നടക്കുകയും ചെയ്തു. എന്നാൽ ഇടഭാഗത്തെ 4 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ടാറിംഗ് വേണ്ട രീതിയിൽ നടക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം മഞ്ഞാങ്കാലം മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്തെ റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. ഒരാൾക്കൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്തത്ര വീതി കുറവുള്ള ഭാഗവും ഈ റോഡിനുണ്ട്. അപ്പോൾ ഇത്രയും ശോചനീയമായിട്ടുള്ള ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മന്ത്രിമാരെല്ലാവരും കൂടി നടന്ന വികസന യാത്രയിൽ നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം ഈ റോഡിൽ ചെലവഴിച്ചുകൊണ്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റണമെന്നാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ആവശ്യം. മഞ്ഞാങ്കാലം മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്ത് റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. മഴ പെയ്തതോടെ ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുക കൂടി ചെയ്യുന്നത് യാത്ര കൂടുതൽ ദുരിതമാക്കുന്നു. വാഹനയാത്ര മാത്രമല്ല, കാൽനട യാത്രയും ഇതുവഴി ദുസ്സഹമായി. തുടർച്ചയായി മഴ പെയ്യുന്നതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ വലുതാകുകയും വെള്ളക്കെട്ട് രൂക്ഷമാകുകയും ചെയ്യും. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിങ്ങനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാട്ടുകാരുടെ നടുവൊടിക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി.